പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ ദൈവമക്കളെ, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവ തിരുമുമ്പിൽ വരുമ്പോൾ അവിടുത്തെ ദിവ്യ കൃപയാൽ, കരുണയാൽ, സ്നേഹത്താൽ, ശക്തിയാൽ പാപമോചനം പ്രാപിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ലഘുവായ പാപമോ മാരകമായ പാപമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മിലേക്കുള്ള ദൈവ കൃപയുടെ പ്രവാഹത്തിന് അതൊരു തടസ്സമാണ്. മാരക പാപത്തിലാണ് ഒരു വ്യക്തി കഴിയുന്നതെങ്കിൽ ദൈവത്തിന് അയാളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, പിശാചിന് അയാളിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കാരണം മാരക പാപാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളിലേക്കുള്ള ദൈവകൃപയുടെ പ്രവാഹത്തിന് ഒരു വലിയ തടസ്സമുണ്ട്. അത് ആ വ്യക്തി സാത്താനോട് താതാത്മ്യപ്പെടുകയോ സാത്താനെ ശ്രമിക്കുകയോ അവനിൽ വിശ്വസിക്കുകയോ അവനെ അനുസരിക്കുകയോ ചെയ്തപ്പോൾ ദൈവവുമായി അകന്നു എന്ന് മാത്രമല്ല, ദൈവ തിരുഹിതം അറിയാനുള്ള പരിശ്രമം ഉപേക്ഷിച്ചു. ആദ്യ മാതാപിതാക്കളെ പോലെ ദൈവത്തിന്റെ വാക്കുകളേക്കാൾ കൂടുതലായി പിശാചിന്റെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്നതിന് പകരമായി പിശാചിനെ അനുസരിക്കുന്നു എന്നുള്ളതാണ് മാരക പാപത്തിന്റെ അവസ്ഥ. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു എന്ന് പറയുമ്പോൾ അവര് ദൈവത്തിന്റെ തിരുവചനത്തോടുള്ള അവരുടെ പ്രതികരണത്തിൽ തന്നെ അവർക്ക് തെറ്റുപറ്റിയെന്നും കൂടെ മനസ്സിലാക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം വിവരിക്കുന്നുണ്ട്. ഈശോയുടെ പക്കലേക്ക് തളർവാദ രോഗിയെ കൊണ്ടുവന്ന വ്യക്തികളുടെ വിശ്വാസം വളരെയേറെ ശ്ലാഘനീയമാണ്. 4 പേര് കൂടി ഒരു തളർവാദ രോഗിയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ ആ രോഗിയെ യേശുവിന്റെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്, യേശു കഫർനാമിൽ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്ക് ജനങ്ങളെല്ലാം അവിടെ തടിച്ചുകൂടി. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. ഈ 4 പേര് ചെയ്തത് അവരുടെ വിശ്വാസം അവര് ഉറക്കെ പ്രഘോഷിക്കുന്നതിന്റെ ഭാഗമായി അവർ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ ഇവരെ എത്തിച്ചാൽ മതി, ബാക്കി ഈശോ നോക്കിക്കൊള്ളുമെന്നുള്ള വിശ്വാസം. ഈശോ ആ വിശ്വാസത്തെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജനങ്ങളുടെ വിശ്വാസത്തെ ഈശോ സ്വീകരിച്ചു. അവര് ഈ രോഗിക്ക് സൗഖ്യം കിട്ടാനുള്ള, ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള തടസ്സം നീക്കുവാൻ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ടാണ് അവര് യേശുവിന്റെ അടുക്കലേക്ക് ഈ രോഗിയെ കൊണ്ടുവന്നത്. അപ്പൊ തടസ്സങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്തു? അവര് ഈ തടസ്സങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസത്തിന്റെ വലിപ്പം അവര് കാണിച്ചു കൊടുത്തു. അവര് വീടിന്റെ മേൽക്കൂര കയറിയിട്ട് അവിടെ ഒരു ചെറിയ വിടവുണ്ടാക്കിയിട്ട് അതിലൂടെ ഈ രോഗിയെ താഴേക്ക് ഇറക്കുന്നു, കട്ടിലോടുകൂടി. നമുക്കൊക്കെ ഊഹിക്കാൻ പോലും പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അവർ ചെയ്തത്. ഒരുപക്ഷെ നമ്മളാരും ചെയ്യാത്തൊരു കാര്യം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യനിർമ്മിതമായ തടസ്സമാണ് അവിടെ, ദൈവം വെച്ച തടസ്സമല്ല. ദൈവം വെച്ചിരിക്കുന്ന തടസ്സമാണെങ്കിൽ കാത്തിരിക്കുക എന്നുള്ളതാണ് പ്രതിവിധി. ആ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള ആത്മീയ അഭിഷേകം കിട്ടുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. ഇവിടെ മനുഷ്യനിർമ്മിതമായ തടസ്സമാണ്, പിശാച് കൊണ്ടുവച്ച തടസ്സമല്ലത്. മനുഷ്യനിർമ്മിതമായ തടസ്സമാണ് അവിടെ ഉള്ളത്. ആ തടസ്സത്തെ അതിജീവിക്കാൻ അവരുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ ഇറങ്ങിയപ്പോഴേക്ക് പെട്ടെന്ന് അവർക്ക് ആശയം കിട്ടി. അതുകൊണ്ടാണ് അവർ വീടിന്റെ മേൽക്കൂര പൊളിച്ച ഈ രോഗിയെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്.
ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയം. വിശ്വാസത്തോടെ രോഗിയെ കൊണ്ടുവന്ന ജനങ്ങളുടെ വിശ്വാസം കണ്ട് ഈശോ ആ രോഗിയെ ഉടനെ സുഖപ്പെടുത്തുകയല്ല ചെയ്തത്. ഈശോ ഇങ്ങനെയാ പറഞ്ഞത്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആ വചനം പറയുന്നതിന് തൊട്ടു മുമ്പ് സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്നു, അവരുടെ വിശ്വാസം കണ്ട്. അപ്പോൾ ഈ രോഗിയുടെ രോഗാവസ്ഥ ഈശോ കാണുന്നു. ആ രോഗാവസ്ഥയെ അറിഞ്ഞ 4 പേര് കൂടി വലിയ വിശ്വാസത്തോടെ അവനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. അവരാരും അവന്റെ ആത്മാവിലെ പാപത്തെക്കുറിച്ചുള്ള അറിവുള്ളവരല്ല. എല്ലാവർക്കും ഉള്ളതൊരു പാപാവസ്ഥ അവനുണ്ടാകാമെന്ന് അവർ ഒരു പക്ഷെ ചിന്തിച്ചിരിക്കാം. പക്ഷേ ഈശോ കണ്ട ഒരു തടസ്സം അവർക്ക് കാണാൻ പറ്റിയില്ല. അവർ കണ്ട തടസ്സമാകട്ടെ, ജനക്കൂട്ട നിമിത്തം യേശുവിനെ അടുക്കിലേക്ക് ഈ രോഗിയെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. എന്നാൽ യേശു കണ്ട തടസ്സം ജനക്കൂട്ടമല്ല. ഈ 4 പേരുടെ വിശ്വാസം എന്നുള്ള വലിയ അഭിഷേകാവസ്ഥ ഈശോ കണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറത്ത് ഒരു തടസ്സം നിൽക്കുന്ന ഈശോ കാണുന്നു. ഈ സൗഖ്യം പ്രാപിക്കേണ്ട രോഗിയുടെ പാപം ഒരു തടസ്സമായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ അവന്റെ പാപം ക്ഷമിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവിടെ നിൽക്കുന്നവർക്ക് അസ്വസ്ഥത. ദൈവത്തിനല്ലേ പാപം ക്ഷമിക്കാൻ സാധിക്കുക? ഇവനാരാ പാപം ക്ഷമിക്കാൻ? ഇത് ദൈവദൂഷണമല്ലേ? അപ്പൊ ഈശോ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഇന്ന് പ്രധാനമായിട്ട് വളരെയേറെ ഗാഢമായി ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന വിഷയം ഇതാണ്. വിശ്വാസമുള്ളവര്, പ്രാർത്ഥിക്കുന്നവര്, ദൈവത്തിനു മുമ്പിൽ വരുന്നവര്, ഒരുപക്ഷെ ദൈവാനുഗ്രഹത്തിനായിട്ട് ദൈവത്തിനു മുമ്പിൽ കാത്തിരിക്കുന്നവര്, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ചില പ്രത്യേകമായിട്ടുള്ള മേഖലയിൽ അഭിഷേകമോ അനുഗ്രഹമോ ഒന്നും കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ കാരണം എന്തായിരിക്കും? ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു വൈദികൻ ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ചു, നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങൾ നിങ്ങൾ മറന്നു പോയതാണെങ്കിൽ അത് സാരമില്ല, നിങ്ങളുടെ പാപമൊക്കെ ഇപ്പോൾ ക്ഷമിച്ചിട്ടുണ്ട് ഈശോ, നിങ്ങൾക്ക് ഓർമ്മയിൽ വന്ന പാപങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ജനത്തോടുള്ള പാപികളോടുള്ള കരുണയാൽ അച്ഛൻ അങ്ങനെ പറഞ്ഞു. അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഒരാള് ആ പ്രസംഗത്തിനൊക്കെ ശേഷം പോയി വളരെ ലളിതമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗൗരവമായ തരത്തിലുള്ള ആത്മശോധനയൊന്നും ചെയ്യാതെ പോയി കുമ്പസാരം നടത്തി. വെള്ളിയാഴ്ച ധ്യാനമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ആ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ വ്യക്തി ഒരു അസ്വസ്ഥതയോടെ തിരിച്ച് ആ ധ്യാനകേന്ദ്രത്തിലെത്തി. അച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു കുമ്പസാരിച്ചു, പക്ഷെ എനിക്ക് ധ്യാനത്തിലൂടെ കാര്യമായ ദൈവാനുഭവം ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഉടനെ അച്ഛൻ ഈ പ്രസംഗം പറഞ്ഞ അച്ഛൻ തന്നെ ചോദിച്ചു, നല്ല കുമ്പസാരം നടത്തിയതാണോന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അച്ഛൻ ഉടനെ അയാളുടെ തലയിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ തൊട്ടടുത്തിരുന്നിരുന്ന ഒരു സെമിനാരി വിദ്യാർത്ഥി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു കാര്യം വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്, ഞാനതൊന്ന് പറഞ്ഞോട്ടെ, ഇദ്ദേഹത്തോട് നല്ല കുമ്പസാരം നടത്താൻ പറയുക എന്ന് ആ സെമിനാരി വിദ്യാർത്ഥി അച്ഛനോട് പറഞ്ഞു. അച്ഛനുടനെ അയാളോട് ചോദിച്ചു, നിങ്ങൾ പൂർണ്ണമായിട്ട് പശ്ചാത്തപിച്ച് എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചതല്ലേന്ന് ചോദിച്ചു. ഇത് ചോദിക്കുന്ന വേളയിൽ ആ സഹോദരൻ പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു പാപം ഓർമ്മയിൽ വന്നു. അച്ഛൻ ചോദിച്ചു, നിങ്ങൾ ശരിക്ക് ആത്മശോധന നടത്തിയ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ വീണ്ടും പാപം ഓർത്തു എന്ന് പറയുക? അപ്പോൾ ഉടനെ ചെറുപ്പക്കാരൻ പറയുന്നു, അച്ഛനല്ലേ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്ന പാപങ്ങൾ പറഞ്ഞാൽ മതി, ഏതെങ്കിലും പാപം മറന്നുപോയാൽ അത് പ്രശ്നമില്ല, അങ്ങനെയാണ് എൻ്റെ പാപമൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞതല്ലെന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട ഒരു വൈദികൻ തന്നെ എന്നോട് പറയുകയാണ്, അതിനുശേഷം പിന്നീട് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു വാചകം ജനത്തോട് പറയാറില്ല. വളരെ ഗൗരവത്തോടുകൂടി ആത്മശോധന ചെയ്യുന്നതിൽ ഈ സഹോദരന് തെറ്റുപറ്റി. അച്ഛൻ പറഞ്ഞ കാര്യത്തെ പാപിക്ക് കുറ്റബോധം ഉണ്ടാകാതിരിക്കുവാൻ പിന്നെയും പിന്നെയും സംശയിച്ച് എൻ്റെ പാപമൊക്കെ ഞാൻ ഓർത്തോ ഏറ്റു പറഞ്ഞോ സംശയിക്കാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞതെങ്കിലും
അത് ചിലർക്ക് അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. കാരണം എത്രമാത്രം ആത്മാർത്ഥതയോടെ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ കണ്ടെത്തുവാനുള്ള പരിശ്രമം നടത്തുന്നുവോ അതനുസരിച്ച് അതിൻ്റെ ഫലവും ഉണ്ടാകും. എന്ന് മാത്രമല്ല, അയാൾ യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കേണ്ടിയിരുന്നത് എവിടെയാണ്? കാലങ്ങളേറെയായി അടുക്കലടുക്കൽ കുമ്പസാരിക്കുക എന്നുള്ള സഭയുടെ കൽപ്പന ദൈവത്തിന്റെ ദരിഹിതം അനുസരിക്കാതെ പാപത്തിൽ മനസാക്ഷി മരവിച്ച് മുന്നേറിയ കാലത്തുണ്ടായ പാപങ്ങളാണ് പറയാൻ വിട്ടുപോയത്. നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ ചില പാപങ്ങൾ മറന്നുപോയി എന്നുള്ളത് ആ പ്രത്യേക സമയത്തെ ഒരു അസ്വസ്ഥതയോ ഭയമോ നിമിത്തം മറന്നുപോയി എന്നുള്ളൊരു പാപമല്ല. പക്ഷേ പാപം കണ്ടെത്താനുള്ള പരിശ്രമം നടത്തിയില്ലെന്ന് മാത്രമല്ല, അടുക്കലടുക്കൽ കുമ്പസാരിക്കാനുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരാള് കുറെ കാലം കഴിഞ്ഞ് കുമ്പസാരിക്കാൻ വരുമ്പോൾ എല്ലാ പാപങ്ങളും കണ്ടെത്തിയെന്ന് വരികയില്ല. അത് വളരെ ഗൗരവതരമായ ഒരു പാപമായിരുന്നു. ആ വ്യക്തി അച്ഛനോട് ആ ശമാച്ചന്റെ മുമ്പിൽ വെച്ച് പരസ്യമായി പറഞ്ഞ വാക്കിതാണ്: ഞാൻ വിവാഹ കൂദാശ സ്വീകരിക്കുന്ന സമയത്ത് വീട്ടുകാരും അച്ഛനും പറഞ്ഞതിന്റെ പേരിൽ മാത്രം പോയി ഞാൻ കുമ്പസാരിച്ചു. ഞാൻ കുമ്പസാരിച്ചത് വികാരിയച്ഛൻ്റെ അടുത്തായതുകൊണ്ട് എന്നെക്കുറിച്ച് അച്ഛന് മോശമായ ഒരു ധാരണ ഉണ്ടാകാതിരിക്കാൻ ഞാൻ മാരകപാപങ്ങളൊന്നും പറഞ്ഞില്ല. അച്ഛനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഒരു ചെറിയ തോതിലുള്ള കുമ്പസാരം നടത്തിയാ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അച്ഛൻ ഇക്കാര്യം എന്നോട് ഷെയർ ചെയ്തതിന് ശേഷം ഈ സഹോദരനെ എൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് പറയുകയാണ്, ഇയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞ മറ്റൊന്നുമല്ല, കുമ്പസാരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദീർഘകാലമായി പാപങ്ങൾ ഏറ്റുപറയാതെ കുമ്പസാരിക്കാതെ നിങ്ങൾ ജീവിച്ച കാര്യം പ്രത്യേകമായിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ? അത് ഇയാൾ ആ കൃത്യസമയത്ത് അയാൾ കേട്ടെങ്കിലും അത് ഒരു ബോധ്യതലത്തിലേക്ക് വന്നില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മറഞ്ഞും ഒളിഞ്ഞും കിടക്കുന്ന, നമ്മുടേതായ തെറ്റുകൊണ്ട് മറന്നും പോയതും മറഞ്ഞൊളിഞ്ഞു കിടക്കുന്നതുമായ പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം നമ്മിലേക്ക് വരാനുള്ള തടസ്സമാണ്. വെള്ളിയാഴ്ച അയാൾ വീണ്ടും അവിടെ ഇരുന്ന് അച്ഛൻ്റെ അടുത്തിരുന്ന് സഹായം തേടി നല്ല കുമ്പസാരം നടത്തിയതിനു ശേഷം 5-6 മാസം കഴിഞ്ഞ് അച്ഛൻ്റെ അടുക്കൽ ചെന്നപ്പോഴാണ് അച്ഛൻ ആ ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ അടുക്കലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നത്. കുറച്ചു കാലം പ്രാർത്ഥനയെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമാണ്, ചില പാപങ്ങൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ചില പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആവാത്തതുകൊണ്ട് അതിനോടൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവുകയാണ്. അതിന്റെ ഫലമായി എന്താ സംഭവിക്കുക? എല്ലാ പാപങ്ങളും വരുത്തി വയ്ക്കുന്ന ഏറ്റവും വലിയ വിന. ആ പാപത്തിന്റെ ഫലമായി ദൈവം നമ്മളെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അവിടെ ശിക്ഷയുണ്ട്, പക്ഷെ അത് ദൈവം തരുന്നതല്ല. ഈ പാപത്തിന്റെ ഫലമായി നമ്മെ ഈ പാപത്തിലേക്ക് നയിച്ച അനുസരണക്കേടിലേക്ക്, ദൈവത്തുള്ള അകൽച്ചയിലേക്ക് നയിച്ച ദുരാത്മാവ് സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് അവന്റെ ശക്തി കടത്തിവിട്ടാൽ, അവന്റെ ഇടപെടലുകൾ ജീവിതത്തിൽ ഉണ്ടായാൽ, പിന്നെയുള്ള ദൈവകൃപയുടെ പ്രവാഹം അവിടെ വെച്ച് തടസ്സപ്പെടും, ബ്ലോക്കാവും. ദൈവകൃപയുടെ പ്രവാഹത്തിന് ബ്ലോക്ക് ഉണ്ടായാൽ, തടസ്സമുണ്ടായാൽ, അതിന്റെ ഫലമായിട്ടാണ് ഈ തിന്മകൾ വരിക. നമ്മൾ അതിനെ ദൈവം ശിക്ഷിച്ചു ദൈവം ശപിച്ചു എന്ന് പറയാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ദുഷ്കൃത്യങ്ങളുടെ, പാപങ്ങളുടെ, മാരകമായ വീഴ്ചകളുടെ ദുരന്ത ഫലങ്ങൾ പിശാചാണ് നമ്മിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ മോഷ്ടിച്ചു, അപ്പൊ ദൈവം എനിക്ക് ശിക്ഷ തന്നു. ഞാൻ വ്യഭിചാരം ചെയ്തു, ദൈവം എന്നെ ശിക്ഷിച്ചു. ഞാൻ കൊലപാതകം ചെയ്തു, ദൈവം എന്നെ ശിക്ഷിച്ചു. അങ്ങനെയാണ് ഒരുപക്ഷെ നമ്മൾ പലരും ചിന്തിക്കുക. നമ്മുടെ പാപത്തിന് ഏറ്റവും ഭീകരമായ ദുരന്തഫലം ഉണ്ടാക്കാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, ദൈവോന്മുഖതയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചു നിർത്താൻ സാത്താന് പറ്റും ആ പാപത്തിലൂടെ. അങ്ങനെ വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദൈവകൃപയുടെ വഴിയിൽ നിന്ന് അയാൾ അകറ്റപ്പെടുകയും പിശാചിന്റെ ശക്തിയോ പിശാചിന്റെ സ്വാധീനമോ പീഡനമോ നമ്മിലേക്ക് വരുന്ന ഒരു തെറ്റായ വഴിയിലേക്ക് നമ്മൾ വഴിമാറി പോവുകയും ചെയ്യും. 4 പേര് കൂടി യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന ആ തളർവാദ രോഗി സൗഖ്യം പ്രാപിക്കാനുള്ള തടസ്സം അയാളുടെ പാപമായിരുന്നു. ഈശോ അയാളുടെ ആ പാപം അയാൾ നീക്കിക്കളഞ്ഞു കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ അയാൾ ചെയ്യണമായിരുന്നു. സാത്താന്റെ വചനങ്ങളെ, സാത്താന്റെ സന്ദേശങ്ങളെ സ്വീകരിച്ച്
പാപത്തിൽ വീണ വ്യക്തി ദൈവവചനങ്ങളെ സ്വീകരിച്ച് ദൈവവചനത്തിലൂടെ ദൈവിക ശക്തി കൊണ്ട് നിറയണം. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? അടുത്ത വചനം അയച്ചു കൊടുത്തു. ആ വചനത്തിന്റെ 1-ാം ഭാഗത്തിൽ ഈശോ പറഞ്ഞു, 10-ാം തിരുവചനത്തിൽ, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് പാപം ക്ഷമിക്കാൻ അധികാരമുണ്ടെന്നുള്ള തിരുവചന വെളിപ്പെടുത്തൽ നൽകുവാൻ ആ അവസരത്തെ ദൈവം ഉപയോഗിക്കുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന മനുഷ്യരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, അവരുടെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി ഈശോ പറയുകയാണ്, ഭൂമിയിൽ പാപം ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അവിടെ നിൽക്കുന്ന മനുഷ്യർ അറിയണം. ആദ്യം പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞ സത്യമാണോ? പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞ സത്യമാണോ എന്ന് അറിയുന്നത് അടുത്ത വചനം പറഞ്ഞ പോലെ സംഭവിച്ചു എന്ന് നോക്കിയിട്ടാണ്. ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. 11-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, 12-ാം തിരുവചനത്തില്, തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകയെ പുറത്തേക്ക് പോയി. അപ്പൊ 10-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ട്. 11-ാം വചനത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, നീ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. 12-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, നമ്മൾ വായിക്കുന്നു, ഉടനടി തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകയെ പുറത്തേക്ക് പോയി. ഇതെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയുടെ വിശദാംശങ്ങളാണ്. ഒന്നാമത് അവിടുന്ന് വെളിപ്പെടുത്തി, വിശ്വാസം ദൈവകൃപ സ്വീകരിക്കാൻ അനിവാര്യമാണ്. കാരണം ആ ജനത്തിന്റെ വിശ്വാസം കണ്ടിട്ടാണ് അത്ഭുതം പ്രവർത്തിക്കാൻ ഈശോ ഇറങ്ങുന്നത്. വിശ്വാസത്തെ അവിടുന്ന് വളരെയേറെ പ്രശംസിച്ചതിന് ശേഷം ഒരു തടസ്സം മാറ്റാനുള്ള നടപടിയിലേക്ക് ഈശോ വരുന്നു. അവന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. അതായിരുന്നു തടസ്സം. അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കുക. യെശയ്യായുടെ പുസ്തകത്തില് 59-ാം അധ്യായത്തില് നമ്മൾ വായിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നത്? യെശയ്യായുടെ പുസ്തകത്തില് 59-ാം അധ്യായത്തിലെ 1-ാം തിരുവചനം ഞാനൊന്ന് വായിക്കാം. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല? പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ തരാൻ ദൈവത്തിന് പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക കാര്യമാണെങ്കിൽ അതിന് അനുസൃതമായി പ്രവർത്തിക്കാൻ ദൈവത്തിന് പറ്റില്ല. കാരണം തടസ്സമായിട്ട് പാപം നിൽപ്പുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അപ്പോൾ എന്റെ മുഖം, ദൈവത്തിന്റെ മുഖം എന്നിൽ നിന്ന് മറഞ്ഞിരിക്കാൻ കാരണം ഈ പാപമാണ്. അവിടെ പിശാചിന്റെ ഇടപെടൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് രോഗസൗഖ്യത്തിനായിട്ട് വന്നു കിടക്കുന്ന രോഗിയുടെ മുമ്പിൽ ഈശോ ആ തടസ്സം മാറ്റുന്ന നടപടി ആദ്യം ചെയ്തു. പ്രിയപ്പെട്ടവരെ, തടസ്സം മാറ്റി കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ഈശോ എന്താ ചെയ്തത്? ഈശോ അവിടെ നിൽക്കുന്ന ജനങ്ങളുടെ തെറ്റായ വിശ്വാസത്തെ, തെറ്റിദ്ധാരണയെ, അവരുടെ തെറ്റായ ആശയങ്ങളെ തിരുത്താൻ വേണ്ടി അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? ഈശോയെ സംബന്ധിച്ചോളം രണ്ടും ഒരുപോലെയാണ്. ഒരു രോഗിക്ക് അത്ഭുതകരമായ സൗഖ്യം കൊടുക്കുന്നതും അവന്റെ ശരീരത്തിന് സൗഖ്യം കൊടുക്കുന്നതും, അതുപോലെ തന്നെ അവന്റെ ആത്മാവിന് സൗഖ്യം കൊടുക്കുന്ന, പാപമോചനം നൽകുന്നതും ദൈവത്തിന് ഒരുപോലെയാണ്. ഈ രോഗിക്ക് സൗഖ്യം കൊടുത്തത് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ കാണാൻ പോവുക. എന്നാൽ ഞാൻ നൽകുന്ന പാപമോചനത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഇല്ലേ? എന്നാൽ നിങ്ങൾ കണ്ടു, ഈശോ അവരോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവന്റെ തളർവാദ രോഗം അവനെ വിട്ടുപോയി. അവനെ ചുമന്നിരുന്ന കട്ടിൽ അവൻ ചുമക്കാൻ തുടങ്ങി. എന്നിട്ട് അവനെ പോകുമ്പോൾ, സൗഖ്യം പ്രാപിച്ചു പോകുമ്പോൾ, മർക്കോസ് 2:5 ഈശോ പറഞ്ഞ, മകനെ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞ വചനത്തിന്റെ
സത്യാവസ്ഥ അത് നിറവേറ്റപ്പെട്ടു എന്നുള്ളൊരു തെളിവ് ഇവിടെ കിട്ടുകയാണ്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത് അത് നീക്കിക്കളയാൻ മാത്രമല്ല, അതിന്റെ ഫലമായി നമ്മിൽ വന്ന ക്രമരാഹിത്യങ്ങൾ നീക്കിയിട്ട് അവിടെ ദൈവിക ക്രമം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. ദൈവൈക്യത്തെ കഴിയുന്ന വ്യക്തിക്ക് കൃപാസ്വീകരണത്തിനുള്ള ഒരു ക്രമം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ദൈവോന്മുഖ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവകൃപയുടെ പ്രവാഹത്തിന്, സ്വീകരണത്തിന് ഒരു തടസ്സം ഉണ്ടാകാതെ ദൈവോന്മുഖമായ ഒരു ജീവിതം, അവിടുന്ന് ഒഴുക്കിത്തരുന്ന കൃപ സ്വീകരിക്കുന്ന, സ്നേഹം സ്വീകരിക്കുന്ന, ശക്തി സ്വീകരിക്കുന്ന, ദൈവ ഐക്യത്തിലായിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ പാപം സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഈ ദൈവോന്മുഖത പോയി. ദൈവകൃപയുടെ നമ്മിലേക്കുള്ള പ്രവാഹം ബ്ലോക്കായി, തടസ്സപ്പെട്ടു. അതിനേക്കാൾ ഭീകരമാണ് നമ്മെ കൊണ്ട് ജയിപ്പിച്ച സാത്താന്റെ സ്വാധീനവും ശക്തിയും നമ്മിലേക്ക് പ്രസരിക്കും. അത് പലവിധത്തിലുള്ള ദുരന്തങ്ങൾ നമ്മിലുണ്ടാക്കും. ചിലപ്പോൾ ദൈവത്തോടൊരു വെറുപ്പ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭയം, പാപങ്ങൾ ഉപേക്ഷിച്ച് കളയാനുള്ള മടി, പാപസുഖങ്ങളിൽ വീണ്ടും വീണ്ടും മുഴുകാനായിട്ടുള്ള ദാഹം, പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചു പോയാൽ എനിക്ക് ഈ ലോക ജീവിതത്തിൽ സുഖം നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത, അങ്ങനെ അങ്ങനെ ഒത്തിരി 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 തിന്മയുള്ള ചിന്തകളും ബോധ്യങ്ങളും ധാരണകളും ശൈലികളും അവൻ നമ്മിലേക്ക് കുത്തിവെക്കും. അപ്പോൾ പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുക, പാപരഹിതമായ ജീവിതം നയിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അത് രണ്ടു തരത്തിലുണ്ട്. മാരക പാപമാണെങ്കിൽ അവിടെ സംഭവിക്കുക, നമ്മിൽ നിന്നുള്ള ദൈവഛായ, ദൈവ സാദൃശ്യം നമുക്ക് നഷ്ടപ്പെട്ട്, നമ്മിലുള്ള ദൈവ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ട് പിശാചിന്റെ സാന്നിധ്യവും ശക്തിയൊക്കെ നമ്മിലേക്ക് കടന്നു വരും. അത് സത്യമാണെങ്കിൽ ഒരു മാരകഭാവം ഉണ്ടായിക്കഴിഞ്ഞ് കുറെ കാലത്തേക്ക് കുമ്പസാരം നീട്ടിവെച്ച് പാപ ഉപേക്ഷിക്കുന്ന അവസ്ഥ വേണ്ടെന്ന് വെച്ച് ഏതായാലും പാപം ചെയ്ത് കുറച്ചു കാലം ഇങ്ങനെ പോകാമെന്ന് കരുതി അതിൽ തുടരുകയാണെങ്കിൽ നമ്മിൽ വന്ന പിശാച് അവിടെ ഇരിപ്പുറപ്പിക്കും, അവന്റെ വാസം അവൻ ഉറപ്പിക്കും. എന്നു മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അകത്ത് വരും. ഇവിടെ എന്താണ് സംഭവിച്ചത്? പാപിയുടെ ഹൃദയവാതിൽ ദൈവം പ്രേരക വരപ്രസാദം നൽകി മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവസ്നേഹത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഈ പ്രേരക വരപ്രസാദം നൽകൽ, അതാണ് ഹൃദയവാതിൽ മുട്ടൽ. അത് ദൈവസ്നേഹത്തിന്റെ ഫലമായി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വിളയാടുന്ന സാത്താൻ നമ്മെ പരിപൂർണമായി നശിപ്പിച്ച് യൂദാസിന്റെ അന്ത്യം പോലെ ഒരു അന്ത്യത്തിലേക്ക് നമ്മളെ നയിക്കാതിരിക്കാൻ വേണ്ടി പ്രേരക വരപ്രസാദം തന്ന് ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഈ സ്വരം ഉടനടി കേൾക്കണം. എന്നിട്ട് പിശാചിനോട് നോ പറഞ്ഞ് ദൈവത്തോട് യെസ് പറയണം. പാപം സംഭവിച്ചപ്പോൾ എന്താണ് ഇവിടെ നടന്നത്? പിശാചിനോട് ഞാൻ യെസ് പറഞ്ഞു, പ്രലോഭകനായ സാത്താനോട് യെസ് പറഞ്ഞു, എനിക്ക് അഭിഷേകം തന്നുകൊണ്ടിരുന്ന ദൈവത്തോട് ഞാൻ നോ പറഞ്ഞു. ഇപ്പോൾ പശ്ചാത്തപിച്ച് ഹൃദയവാതിൽ മുട്ടിയ നാഥന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിശാചിനോട് നോയും ദൈവത്തോട് യേസും പറയണം. സത്യത്തിൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെ സംഭവിക്കുന്നത് ഇതാണ്. കുമ്പസാരം എന്ന കൂദാശയും പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുന്ന, പശ്ചാത്തപിക്കുന്ന ഒരു അവസ്ഥയും നമ്മിൽ സൃഷ്ടിക്കുന്നത് ഇതാണ്. പാപം ചെയ്യിപ്പിച്ച സാത്താനോട് ഞാൻ നോ പറയുന്നു, എനിക്ക് അഭിഷേകം തരുന്ന കർത്താവോട് ഞാൻ യേശു പറയുന്നു. ഇവിടെ സംഭവിച്ച അതാണ്. അവൻ ഈ 4 പേര് കൂടി തളർവാദ രോഗി യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അവന്റെ പാപാവസ്ഥ വെടിയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഈശോ അവന്റെ പാപം ക്ഷമിക്കാൻ കാരണമായത്. അവൻ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ ഈശോ അത് ചെയ്യില്ലായിരുന്നു. പാപം അവന് നീക്കം ചെയ്തു കഴിഞ്ഞപ്പോഴേക്ക് അതിന്റെ അടയാളങ്ങൾ അവിടെ കണ്ടു തുടങ്ങി. ഈശോ അവന്റെ ഉള്ളിൽ വന്നു. ഈശോയുടെ വചനത്തിലൂടെ ഈശോ പ്രവേശിച്ചു, അടയാളം കണ്ടു. ഇതാ അവൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് നടക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവാനുഗ്രഹ സ്വീകരണത്തിന്, സൗഖ്യ പ്രാപിക്കലിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്ന സകലവിധ പാപങ്ങളും, വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാലുള്ള സകല പാപങ്ങളും
വെറുത്തുപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് അനുതാപത്തിന്റെ കൃപ നൽകട്ടെ. ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഇപ്പോൾ അങ്ങയോടുള്ള ഐക്യത്തിൽ, അങ്ങയോട് ചേർന്നുള്ള ജീവിതത്തിൽ വളരുവാൻ സഹായിക്കണം. അങ്ങിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന, ഞങ്ങളിലുള്ള ദൈവഛായ, ദൈവസാദൃശ്യം, ദൈവ സാന്നിധ്യം ഞങ്ങളെ എടുത്തു കളയുന്ന സാത്താന്റെ കുടിലതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്ന ആത്മാഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ബലഹീനതയാൽ പാപങ്ങളിൽ വീണു പോകുമ്പോൾ ഉടനെ എഴുന്നേറ്റ് അങ്ങയുടെ പക്കലേക്ക് നോക്കി തിരുവചനം ശ്രവിച്ച് പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് മാപ്പപേക്ഷിച്ച് വീണ്ടും അങ്ങുമായി ഐക്യപ്പെടുവാനുള്ള കൃപയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ജനങ്ങളിലേക്കും ഈശോയെ അങ്ങയുടെ കൃപ ഇപ്പോൾ അയക്കണമേ. ആരെല്ലാം പാപത്തിലായിരിക്കുന്നുവോ അവർക്കെല്ലാം പാപമേഖലകളെ വിട്ടുപേക്ഷിച്ച് പിശാചിന്റെ കൂടാരത്തിന് മോചനം പ്രാപിച്ച് ദൈവ തിരുസന്നിധാനത്തിലേക്ക് കടന്നു വരുവാനുള്ള അഭിഷേകം നൽകണമേ. പാപപ്രതിയും പരിശുദ്ധാത്മ അഭിഷേകവും എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാവരുടെ മേൽ വർഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.